വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകിയത് ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. അധികം മുഖവരയൊന്നും ഇല്ലാതെ ദൈവവചനത്തിലേക്ക് ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഞാൻ ഇന്ന് കുറച്ച് വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇന്നത്തെ നമ്മുടെ കുറിവാക്യം എന്ന് പറയുന്നത് 1 കൊരിന്തി 14 അധ്യായം അതിന്റെ 26 വാക്യമാണ്. 1 Corinthians chapter 14 verse 26. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. ആമേൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് കേട്ട വചനത്തിന്റെ മുൻപാകെ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവേ, ആമേൻ. ഇന്ന് രാത്രി ഈ 4ാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന് ദൈവസഭയോട് നമ്മളോട് വ്യക്തിപരമായി എന്താണോ സംസാരിക്കാനുള്ളത്, ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്നല്ല ആമേൻ രാത്രിക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഈ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുന്നു. കർത്താവെ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നിന്റെ മക്കളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആമേൻ വ്യക്തമായി സംസാരിക്കണമേ. കർത്താവെ, ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളെ ബിൽഡ് ചെയ്യുവാൻ, ഞങ്ങളൊന്ന് പണിയപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവസഭ ആമേൻ കുടുംബങ്ങൾ തലമുറകളെല്ലാം ശക്തരായി തീരട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവസഭകളിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വായിച്ച വചനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. കർത്താവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കൊരിന്ത്യ സഭയോടുള്ള കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചതാകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനവിനായി ഉതകട്ടെ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. സകലതും ആത്മീക വർധനവിനായി ഉതകട്ടെ. ഇന്ന് രാത്രി നമ്മൾ ഈ 4ാം രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് ആമേൻ ആത്മീക വർധനവ് എന്നുള്ളൊരു വിഷയമാണ്. ആത്മീക വർധനവ്, എഡിഫിക്കേഷൻ. ആമേൻ, ആത്മീകമായ വർധനവ്. ആമേൻ. ഈ ആത്മീക വർധനവ് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളം അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ആ വാക്കിന്റെ അർത്ഥം വളരെ പരിചിതമായ ഒരു കാര്യമാണ്. വിശ്വാസ സമൂഹത്തിന് ഏറെ പരിചയമുള്ള ഒരു വാക്യമാണ് ആത്മീക വർധനം എന്ന് പറയുന്നത്. ആമേൻ. ഈ ആത്മീക വർധനം എന്ന് പറയുന്ന ഈ വാക്ക് 1-2 കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ആമേൻ ആ വചനത്തിന്റെ ആഴത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആമേൻ, ആത്മീക വർധനം എന്ന് പറയുന്നത് ആത്മീകമായ ഒരു വളർച്ച, അതാണ് ആ വാക്കുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അടുത്തത്, ആത്മീകമായി പണിയപ്പെടുക, അല്ലെങ്കിൽ ആത്മീകമായി അഭിവൃദ്ധി പ്രാപിക്കുക, അല്ലെങ്കിൽ ബിൽഡിംഗ് അപ്പ്. ആമേൻ, നമ്മൾ പണിയപ്പെടുക. ഇനി ഒറ്റ വേടിൽ നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം ഒരു ഭവനം നിർമ്മിക്കുന്നത് പോലെ, ആമേൻ, റൂട്ട് വേടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭവനം ആമേൻ നിർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഒരു ഭവനം പണിയുമ്പോൾ എങ്ങനെയാണോ ആമേൻ അതിന്റെ പണികൾ ആമേൻ എന്ന് പറയുന്നത് പോലെ ഒരർത്ഥമാണ് ആത്മീക വർധനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത്, സ്പിരിച്വൽ മെച്യൂരിറ്റി എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. ഇനിയും ഈ വാക്കിന്റെ ഒരു മീനിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിലൂടെ വിശ്വാസികളെ ആത്മീക ഭവനമായി പണിതുയർത്തുകയും അവരുടെ വിശ്വാസം ദൃഢമാക്കുകയും ക്രിസ്തുവിന്റെ സ്വരൂപത്തിൽ വളർത്തുകയും ചെയ്യുന്നതാണ് ആത്മീക വർധനം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിന്റെ വചനത്തിലൂടെ വിശ്വാസികളെ ആത്മീക ഭവനമായി പണിതുയർത്തുകയും അവരുടെ അവരുടെ വിശ്വാസം ദൃഢമാക്കുകയും ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക്, അല്ലെങ്കിൽ സ്വരൂപത്തിന്റെ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ് ആത്മീക വർധനമെന്ന്
ആമേൻ ഇവിടെ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആത്മീക വർധനമെന്ന് പറയുന്നത് ദൈവം നമ്മളെ ദൈവവചനത്തിലൂടെ ആമേൻ ആത്മീകമായി ഒരു ഭവനമായി പണിതു തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസം ദൃഢമാകണം. ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ വളർന്നു വരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി 3 തലത്തിലുള്ള ആത്മീക വർധനവ് ദൈവസഭയ്ക്കകത്ത് നടക്കണം. അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. ആമേൻ. 1, ആമേൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തണമെന്ന് ദൈവവചനം പറയുന്നു. 2, സഭയ്ക്ക് ആത്മീക വർധനവ് വരുത്തണം. 3, തമ്മിൽ ആത്മീക വർധനവ് വരുത്തണം. 3 കാര്യമാണ് അതിപ്രധാനമായി ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ വചനം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം. ആമേൻ. അതിപ്രധാനമായി 3 ഏറിയ. ആമേൻ. ഇതിനെ ഇങ്ങനെ സബ്ബായിട്ടൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പല നിലകളിൽ നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിപ്രധാനമായി 1 നിങ്ങൾ ചിന്തിക്കുക, തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. 2, സഭയ്ക്ക് വരുത്തുക. 3, ആമേൻ തമ്മിൽ വരുത്തുക. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഞാൻ എപ്പോഴും പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. 1, ആമേൻ ഈ ദുഷ്ടൻ ഏറ്റവും വലിയ പോരാട്ടം ഉള്ളത് അതിപ്രധാനമായ 2 കാര്യങ്ങളോടാണ്. ഞാനിത് നേരത്തെ നിങ്ങൾ സഭയിൽ പറഞ്ഞിട്ടുണ്ടോ, ബദലിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ദൈവമക്കൾ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് നിരന്തരം പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് തന്നെ പറയുന്നുണ്ട്, പിന്നെയും ഞാൻ പറയുക, നിങ്ങൾ മുഷിഞ്ഞു പോകല്ല്. കാര്യം ചില കാര്യങ്ങൾ പാസ്റ്റർമാർ ഇങ്ങനെ പറഞ്ഞെന്നിരിക്കും എപ്പോഴും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. ഈ അപ്പന്മാര് മക്കളോട് ചില കാര്യം പറയുമ്പം ഈ മക്കൾക്ക് അങ്ങ് അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. ഇന്ന് വരെ ഒരു മക്കളും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാഡി പറയുന്നതെല്ലാം എനിക്ക് ഓക്കെ ആണ്, ഐ ആം റെഡി, ഓക്കെ. നമ്മളും പറഞ്ഞിട്ടില്ല. നമ്മുടെ അപ്പന്മാര് നമ്മളോട് പറഞ്ഞപ്പം നമ്മുടെ മക്കൾ ഇതുവരെ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ ഇളയ മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണെങ്കിൽ അവൻ പറയും ഓക്കെ 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 എനിക്ക് മനസ്സിലായി. ബാക്കി പറയാന് അവന് കേൾക്കുമ്പോൾ അവന് ഒരു പരിധിക്കപ്പുറം അവന് പറ്റുന്നില്ല. നമ്മുടെ പിള്ളേർ പറയും ഓക്കെ ഓക്കെ ഡാഡി മമ്മി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ബാക്കി എന്താ പറയുന്നതെന്ന് അവനറിയാം. കേൾക്കാനുള്ള ഒരു 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 മനസ്സ് ഹൃദയത്തിനകത്ത് അതൊന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പിള്ളേർക്കില്ല. കാര്യം അത്രത്തോളം അങ്ങനെയാണ് പിള്ളേർ. അപ്പൊ അതുപോലെ തന്നെയാണ് ഞങ്ങൾ പാസ്റ്റർമാർ ചില കാര്യം ഒരു ദൂതായിട്ട് അങ്ങ് പറയുക. ഞങ്ങളിങ്ങനെ ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്നിരിക്കും. അത് നിങ്ങൾ ആരും നശിച്ചു പോകല്ലെന്നുള്ളൊരു വലിയൊരു ആഗ്രഹത്തിലാണ് പറയുന്നത്. ഒരു ദൂതായിട്ട് കയറി വന്നതാ. ഞാനിങ്ങനെ പറഞ്ഞു വന്നത് വളഞ്ഞു തിരിഞ്ഞ് അതിനകത്തൂടെ കയറി വന്നതാ. അപ്പം ഞങ്ങളുടെ ദൈവദാസന്മാരൊക്കെ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഷാജു പാസ്റ്റർ ഇനി അവിടെ കോടികൾ ഉണ്ടാക്കി പണ്ടത്തെ പോലെ കുറച്ച് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനുള്ള പരിപാടിക്കാണ് ആത്മീയമായിട്ട് വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം വിട്ടിട്ട് അദ്ദേഹം വന്നേക്കുകയാണ്. അപ്പോൾ ഹല്ലേലൂയ, ദൈവസഭയെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾ ദൈവദാസന്മാരൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ മുഷിയരുത്. ആമേ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പൊ ഞാൻ വന്ന കാര്യത്തിലേക്ക്, തുടങ്ങിയ വിഷയത്തിലേക്ക് വരാം. 2 കാര്യങ്ങൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്. 2 മേഖലയിലാണ് അതിപ്രധാനമായി ശത്രുവിന്റെ പോരാട്ടം ഉള്ളത്. 1, ആമേൻ ദൈവം സ്ഥാപിച്ച 2 സ്ഥാപനത്തോടാണ്. 1 അത് വിവാഹം അല്ലെങ്കിൽ കുടുംബം, 2 സഭ. മറന്നു പോകരുത്. ആമേൻ. ദൈവം സ്ഥാപിച്ച 2 സ്ഥാപനങ്ങളാണ് കുടുംബവും ദൈവസഭയും. ആമേൻ. ഏറ്റവും വലിയ പോരാട്ടം ആമേൻ ഈ 2 മേഖലയോടാണ്. ഹല്ലേലൂയ. ഒരു കുടുംബം സന്തോഷത്തോടെ ആമേൻ ദൈവത്തിൽ ആരാധിച്ചു മുന്നേറുന്നത്, ആമേൻ പോകുന്നത് ശത്രുവിന് കാണുന്നത് ഇഷ്ടമല്ല. ഹല്ലേലൂയ. അവൻ തകർക്കാനും മുടിക്കാനും ഒക്കെയാണ് ശത്രു വരുന്നതെന്ന് ഇന്ന് രാത്രി ദൈവമക്കളെ മറന്നു പോകരുത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 2 ദൈവസഭയോടാണ്. ഹല്ലേലൂയ. വളരുന്ന സഭയോടാണ്. ദൈവപ്രവൃത്തി നടക്കുന്ന ദൈവസഭയോടാണ്. ഹല്ലേലൂയ. മറന്നുപോകല്ലേ. ദൈവദാസന്മാർ ദൈവമക്കൾ അനേകരുണ്ടല്ലോ ഇന്ന് രാത്രി. ഹല്ലേലൂയ. വചനം കേൾക്കുന്നല്ലോ. ഹല്ലേലൂയ. പല നിലകളിലുള്ള ഉത്തരവാദിത്വം ചെയ്യുന്ന ദൈവമക്കളാണല്ലോ. എല്ലാവരോടും ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിങ്ങൾ ഭംഗിയായി നിർവഹിക്കുക. ഞാൻ പറയുന്നു, വളരുന്ന സഭയോടെ പോരാട്ടമുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഈ വചനം സംസാരിക്കുമ്പോൾ നിങ്ങൾ ശക്തരാകണമെന്ന് ആഗ്രഹിക്കുന്നത്. എനിക്കറിയത്തില്ല ആമേൻ ഇതിനകത്ത് ദൂത് വരുമോ, പ്രവചനം വരുമോ, ഹല്ലേലൂയ എന്തെന്ന് എനിക്കറിയത്തില്ല. ദൈവം ആ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ശക്തരാകണം, നമ്മൾ ബലപ്പെടണം. ബാക്കി എല്ലാം കർത്താവ് ചെയ്യും.
ഹാലേലൂയ. ഒരു പ്രവചനം ഇന്ന് രാത്രി വെളിപ്പെട്ടില്ലെങ്കിലും, ഒരു ദൈവശബ്ദം പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ഇടപെട്ടില്ലെങ്കിലും, ഹാലേലൂയ, ഇന്ന് രാത്രി ഓർക്കുക, ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്തിരിക്കും. ഇന്ന് രാത്രി ഉപവാസപ്രാർത്ഥനയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ വിഷയം ഈ 6 ദിവസം അല്ലെ 6-7 ദൈവദാസന്മാരുണ്ടായിട്ട് ആരും തൊട്ടില്ലെങ്കിലും ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് തൊടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തൊടുന്ന വിഷയത്തിന്റെ മേലൊക്കെ ആമേൻ വ്യക്തിപരമായി അധരാദികൾക്കാര ആമേൻ വളരെ വേദനയോടും വെല്ലുവിളിയിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും കടന്നു പോകുന്ന അനേക ദൈവമക്കൾ ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഭാരപ്പെടണ്ട. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, വചനത്തിന്റെ മുൻപിൽ നിങ്ങൾ പണിയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളെ ശക്തരാക്കുന്ന, ബിൽഡ് ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ടെന്ന് ഇന്ന് രാത്രി മറന്നു പോകല്ലേ. അപ്പം ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ 3 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കും. ഒന്നാമത്തെ കാര്യം, തനിക്ക് തന്നെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീക വർധനവ് ഏറ്റവും അത്യാവശ്യമാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളൊന്ന് ആത്മീയമായി ശക്തിപ്പെടാതെ, നമ്മളൊന്ന് ബലപ്പെടാതെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഒന്ന് ബലപ്പെടാതെ നമുക്കൊരാളെ ബലപ്പെടുത്താൻ കഴിയത്തില്ല. ഓർക്കുക പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മളൊന്ന് ശക്തരായാലേ നമ്മുടെ സഭയിൽ വരുന്നവരെ നമുക്ക് ശക്തരാക്കി തീർക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഒരു കുടുംബത്തെ നിങ്ങളൊന്ന് ശക്തമാക്കണമെങ്കിൽ, അവർക്കൊരു ഉപദേശം കൊടുത്ത് അവരെ കർത്താവിങ്കലേക്ക് മുൻപോട്ട് കൊണ്ടുവരണമെങ്കിൽ, വേറൊരു കുടുംബത്തിന് ആ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹല്ലേലൂയ കുടുംബത്തിനകത്ത് ഐക്യതയും സ്നേഹവും, ഹല്ലേലൂയ, നിങ്ങൾ ആദ്യം പണിയപ്പെടാതെ നമുക്കൊരാളെ പണിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ, 4ാമത്തെ രാത്രി ദൈവത്തിന്റെ ആത്മാവിന് ദൈവസഭയോടും കുടുംബങ്ങളോടും പറയാനുള്ളത് ഏറ്റവും അതിപ്രധാനമായ കാര്യം, എന്നെ പണിയണം, എന്നെ ശക്തനാക്കണം, എൻ്റെ റൂട്ട് താഴോട്ട് വീഴണം, താഴോട്ട് വളരണം. ഒരു കാറ്റടിച്ചാലോ ആമേൻ വൻമഴ ചൊരിഞ്ഞാലോ വീണു പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതമല്ല, തളർന്നു പോകുന്ന ക്രിസ്തീയ ജീവിതമല്ല. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് പോലെ ഹല്ലേലൂയ, കഷ്ടതയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ഏത് സാഹചര്യത്തിൽ ഇരിക്കുവാനും ഞാൻ ശീലിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മളെ ശീലിപ്പിക്കുന്നത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ ഏത് സാഹചര്യത്തിലും ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മളെ നിലനിർത്തുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി നമ്മൾ കർത്താവിനോട് പറയുക, എനിക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ലെന്ന് പറയുമ്പോൾ ഇറങ്ങി വരുന്ന വലിയ ദൈവശക്തിയുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ ദൂതുകളായിട്ട് അങ്ങ് പോകും, വചനത്തിലേക്ക് കടക്കാൻ സാധിക്കത്തില്ല. അപ്പം ഒന്ന്, തനിക്ക് തന്നെ ആത്മീക വർധനം വരുത്തണം. ഞാനെന്ന് പറയുന്ന വ്യക്തി ആത്മീക വർധനവിലേക്ക്, സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് ആത്മീകമായി പണിയപ്പെടണമെങ്കിൽ ഒന്ന് ആമേൻ ദൈവവചനമാണ്. ദൈവവചനം ആമേൻ. 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ എൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഒന്ന് ചേർന്ന് നിൽക്കണം ഈ വാക്യത്തിന് വേണ്ടി. ഹല്ലേലൂയ. ദൈവവചനം. ഞാൻ ഈ വാക്യങ്ങളൊക്കെ തൊട്ട് പറഞ്ഞ് 1-2 കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വചനം അറിയാവുന്ന പ്രിയപ്പെട്ടവരാണ്. ഒന്ന്, ആമേൻ, തനിക്ക് തന്നെ ആത്മീക വർധനവ്. ആമേൻ. എൻ്റെ ജീവിതത്തിനകത്ത് ആത്മീക വർധനവ് വരുത്താൻ ഏറ്റവും സ്വാധീനമുള്ള ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ദൈവവചനമാണ്. 2 തീമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ദൈവവചനം നമ്മളെ ഉപദേശത്തിലും വിശ്വാസത്തിലും നമ്മുടെ വളർച്ചയിലും ഒക്കെ സഹായിക്കുന്നതാണ്. ആമേൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് യൂട്യൂബുമായിട്ടുള്ള ഒരു ബന്ധമല്ല നമുക്കാവശ്യം ദൈവവചനവുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. നമുക്കെപ്പോഴും ഈസി മെത്തേഡാണ്. നമ്മൾ കഷ്ടപ്പെടുവാൻ നമ്മൾ തയ്യാറല്ല. പക്ഷെ ഇന്ന് രാത്രി ആത്മീകമായി വർദ്ധ
വർധനവ് വരണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ഒന്നോ ദൈവത്തിന്റെ വചനത്തിനു മാത്രമേ നമ്മളോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും ആമേൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഒരേ ഒരു ഹല്ലേലൂയ ബുക്കിന് മാത്രമേ ഉള്ളൂ സംസാരിക്കുവാൻ കഴിയുള്ളത്. വായുള്ള ബുക്കാണ് നമ്മുടെ ദൈവവചനം. ആമേൻ, ഇത് നമ്മളോട് സംസാരിക്കും. ലോകത്തിലെ ഒരു 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 ഗ്രന്ഥങ്ങളും സംസാരിക്കത്തില്ല. കാര്യം ഇത് ജീവനുള്ള ദൈവമാണ്, ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്, ഇത് ജീവന്റെ വചനമാണ്. ഇതിന് മാത്രമേ നമ്മളോട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ആമേൻ, ഹല്ലേലൂയ, ഈ ഒരു ഭാഗം ഞാൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് വിടുക. ഒന്ന്, ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ആത്മീക വർധനവിലേക്ക് നയിക്കുന്നത്. അത് ദൈനംദിന ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ബൈബിള് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഏറെ ആവശ്യം. രണ്ടാമത് ഹല്ലേലൂയ, പ്രാർത്ഥന എന്നുള്ളതാ. ആമേൻ, ഞാനിവിടെ കൊണ്ടുവരുവാൻ പോകുന്ന കാര്യം ഹല്ലേലൂയ, പ്രാർത്ഥന, ആത്മാവിലുള്ള പ്രാർത്ഥന. യൂദായുടെ ലേഖനം അതിന്റെ 20-ാമത്തെ വാക്യം എന്ന് പറയാമോ? യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ മതി. ഇവിടെ നമ്മൾ വായിക്കുന്നത് രണ്ടാമത്തെ, ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ദൈവമക്കള് തായോ ഇനിയും ഇല്ലേ, ആമേൻ, എന്തെങ്കിലും കിട്ടാനുള്ള പ്രാർത്ഥനയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചോ. ആദ്യത്തെ ഒരു 15 മിനിറ്റ് അത്രയും പ്രാർത്ഥിച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആത്മാവിൽ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ആത്മമണ്ഡലത്തിൽ കയറാതെ ആത്മീക കാര്യത്തെ തൊടാൻ നമുക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കുക, ഹല്ലേലൂയ, ആത്മമണ്ഡലത്തിൽ കയറണോ അത് ആത്മീക മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. അതൊരു പൊത്തുപൊരുത്ത ജീവിതം കൊണ്ട് കഴിയത്തില്ല. ആമേൻ, ദൈവസഭ, ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞാൻ വളരെ സ്നേഹത്തോടെ പറയുന്നു, നമ്മുടെ കൂട്ടങ്ങളിൽ ഹല്ലേലൂയ ഒരു അരമണിക്കൂർ ആമേൻ നമ്മൾ ഒന്നിച്ച് ചേർന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അതിനകത്ത് ആമേൻ ജനങ്ങൾ അഭിഷേകം പ്രാപിക്കും, വെളിപ്പാടിന്റെ മേഖലകൾ തുറക്കപ്പെടും, കൃപാവരങ്ങൾ തുറക്കപ്പെടും, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും, ആത്മീക ഫലം ഹല്ലേലൂയ മാറുവാനിടയായി തീരും. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഓർക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. മൂന്നാമത് വായിക്കേണ്ട, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആമേൻ, നമ്മൾ വായിച്ച അതേ അധ്യായം 1 കോരിന്തി 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, പിന്നെന്താണ്, ദൈവത്തോടത്ര സംസാരിക്കുന്ന. അതിന്റെ 4-ാം വാക്യം ഹല്ലേലൂയ, ഇവിടെ നമ്മൾ കാണുന്ന അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് ആമേൻ വരുത്തുന്നു. ആമേൻ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അഭിഷേകം പ്രാപിക്കാത്ത ഒരാളും ബഥേൽ ചർച്ചിൽ കാണരുത്. ആമേൻ, നിങ്ങൾക്കൊരാഗ്രഹം വേണം, നിങ്ങൾക്കൊരു താല്പര്യം വേണം. ഹല്ലേലൂയ, എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി എക്സാമ്പിൾ പറയാനുണ്ട്. ഹല്ലേലൂയ, വീട്ടിലിരുന്ന് ഭാര്യയും ഭർത്താവും ആമേൻ പ്രാർത്ഥിച്ചിട്ട് ആമേൻ അഭിഷേകം പ്രാപിച്ച ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇവിടുത്തെ സഭയിൽ. ഇപ്പൊ അവരെവിടെ ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു. കാര്യം ആരെല്ലാം അഭിഷേകമുള്ളവർ വന്നിട്ടും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടും ഈ അഭിഷേകം കിട്ടാതെ സങ്കടപ്പെട്ടിരുന്ന ആ കുടുംബത്തിന്റെ മേൽ അവര് രാത്രി ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഭാര്യ തോളയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരന്റെ മേൽ അഭിഷേകം ഇറങ്ങി. ഹല്ലേലൂയ, 1.5 മണിക്കൂറോളം അദ്ദേഹം ആത്മാവിൽ നിർത്താതെ സംസാരിച്ചു. ഇന്ന് രാത്രി ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മാവിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, 1 ദൈവത്തിന്റെ വചനം, 2 ആത്മാവിലുള്ള പ്രാർത്ഥന, 3 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല കേട്ടോ, ഹല്ലേലൂയ, സ്വർഗസ്ഥനായ ദൈവത്തോടാണ്. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ആത്മീക മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഹല്ലേലൂയ, ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിലോ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വിഷയമല്ല. ഏതെങ്കിലും സംഘടനയ്ക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ നമ്മുടെ വിഷയമല്ല. ഇന്ന് രാത്രി അനുഭവമുള്ള, അഭിഷേകം പ്രാപിച്ച, ആത്മാവിൽ ജീവിക്കുന്ന ദൈവസഭയോ
സഭയോടും ദൈവജനത്തോടുമാണ് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ മുൻപോട്ട് കുതിക്കണം. ഹല്ലേലൂയ. നാലാമതായിട്ട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കൂട്ടായ്മയാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ചിലർ ചോദിക്കും, സഭയെ വരണോ, കൂട്ടായ്മ വരണോ? വരണം സഹോദര. ഹല്ലേലൂയ. അങ്ങനാണ് ദൈവവചനം പറയുന്നത്. ആദിമ അപ്പോസ്തലന്മാർ എങ്ങനെ ആയിരുന്നു? അവർ ദിനം പ്രതി ദേവാലയത്തിൽ വന്നു, അവർ ഒന്നിച്ച്, ആമേൻ, ഹല്ലേലൂയ, ഒന്നിച്ച് അവർ കൂടി ദൈവത്തെ ആരാധിച്ചു, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു, അപ്പം ഞുറുക്കി പ്രാർത്ഥന കഴിച്ചു. ഇതൊക്കെ സഭയ്ക്കകത്ത് നടന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മൂന്നാമത് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്, ആമേൻ, ഇത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഉപദേശമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. കാര്യം ഒറ്റയ്ക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്നില്ല, അങ്ങനെ പറയാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വരണം. നമുക്ക് കൂട്ടു സഭകളുമായിട്ടും കൂട്ടു സഹോദരങ്ങളുമായിട്ടും ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധത്തിലും ഉപദേശത്തിലും ആ അധികാരത്തിലും ആ കീഴ്പ്പെടലിലും ഒക്കെയാണ് നമ്മുടെ അനുഗ്രഹം ഇരിക്കുന്നതെന്ന് ഇന്ന് രാത്രി ദൈവമക്കളെ മറന്നു പോകരുത്. വാക്യം, ആമേൻ, ഹീബ്രു അല്ലെങ്കിൽ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് സഭായോഗങ്ങൾ. ഒന്ന് വായിച്ചോ, നമുക്കറിയാവുന്ന വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കൂട്ടായ്മകളെ നമ്മള്, ഹല്ലേലൂയ, അതിപ്രധാനമായി കാണണം. കാര്യം അത് ദൈവം വെച്ചിരിക്കുന്നതാണ്. അത് ദൈവം വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇന്ന് രാത്രി കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഒന്നുകൂടെ ഞാൻ, ആമേൻ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഒന്ന്, ആമേൻ, ദൈവവചനം വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ ആത്മീക വർധനവിൽ നമ്മളെ നയിക്കുന്നു. രണ്ട്, ഹല്ലേലൂയ, നമ്മുടെ, ആമേൻ, പ്രാർത്ഥന, ആത്മാവിലുള്ള പ്രാർത്ഥന, ആമേൻ, ആത്മീക വർധനവിലേക്ക് നമ്മളെ നയിക്കുന്നു. മൂന്നാമത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത് തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. ആമേൻ. മൂന്നാമത്, കൂട്ടായ്മ, ഫെലോഷിപ്പ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നറിയാമോ? വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവസഭയുമായിട്ടും കൂട്ടു സഹോദരങ്ങളുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മൾ പണിയപ്പെടുന്നത്. ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുന്ന ഈ വചനം ഉണ്ടല്ലോ, നമ്മൾ ഒത്തിരി ആത്മാക്കളെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് ഇച്ചിരി സ്ലോ ആക്കണമെന്നുണ്ട് കേട്ടോ. ആമേൻ. മലയാളം അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ മലയാളം അധികം ആ ഭാഷകൾ അറിയാൻ വയ്യാത്ത ആൾക്കാരും പിള്ളേരും ഒക്കെ കാണുമായിരിക്കും. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എൻ്റെ സ്പീഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവര്, ഹല്ലേലൂയ, ഞാൻ പറയുന്ന വചനം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആത്മാക്കളെ ദൈവം തരും. ഹല്ലേലൂയ. സഭകൾ നമ്മൾ വീണ്ടും തുടങ്ങും. ഒരു ദൈവനിയോഗത്തെ ഞാൻ പറയാം. പക്ഷെ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇവരെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തി വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച്. സഭയ്ക്കകത്തേക്ക് ഒരാൾ വരുന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് സഭയിൽ വരുന്ന വ്യക്തികളെ നമ്മൾ വളർത്തിയെടുക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയവും എനർജിയും കളയേണ്ടി വരുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ദൈവം നമ്മളെ വീണ്ടും അനുഗ്രഹിക്കും. ദൈവപ്രവർത്തികൾ വെളിപ്പെടും. ഇന്ന് രാത്രി ഞാൻ പറയുന്ന വചനം നിങ്ങളെ ബിൽഡ് ചെയ്യുന്നതായിരിക്കണം, നിങ്ങളെ ബലപ്പെടുത്തുന്നതായിരിക്കണം, നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. ഇതിനകത്തുനിന്ന്, അല്ലെങ്കിൽ ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളൊരു തീരുമാനമെടുത്ത് ഇന്ന് രാത്രി പോകാവൂ. അതിനകത്തൊരു അഭിഷേകം വ്യാപരിക്കും. ഞാൻ ഇനിയും പറയുന്ന രണ്ടാമത്തെ സബ്ജക്റ്റ് ഇച്ചൂടെ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളുടെ സമർപ്പണം ഏറ്റവും അത്യാവശ്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, ഹല്ലേലൂയ, സഭയ്ക്ക് ആത്മീക വർധനവ് വരുത്തണം. എങ്ങനെയാണ് സഭയ്ക്ക് ആത്മീക വർധനവ് വരുത്തുന്നത്? രണ്ട് കാര്യങ്ങളാണ് സഭ ആത്മീകമായി വർധനവിലേക്ക് നയിക്കപ്പെടുന്നത്. രണ്ട് കാര്യത്തിലൂടെയും. അതിപ്രധാനമായ രണ്ട് കാര്യമാണ് ഞാൻ പറയുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിപ്രധാനമായി ഒന്ന്, സഭയ്ക്കകത്ത് സ്പിരിച്വൽ ഗിഫ്റ്റ് വർക്ക് ചെയ്യുമ്പം സഭ ആത്മീക വർധനവിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയായിത്തീരും. കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടണം. ശുശ്രൂഷകൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടണം. രണ്ടാമത്തെ വേറെ ഒരു പാർട്ട് എന്നാന്ന് ചോദിച്ചാൽ, ദൈവമാക്കിയ ലീഡർഷിപ്പ് അതിപ്രധാനമാണ്. ഇപ്പം ബഥേൽ ദൈവസഭയ്ക്ക് ദൈവം അനേക
ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, പല ഉത്തരവാദിത്തങ്ങൾ ദൈവ നിയോഗത്താൽ കർത്താവിന്റെ ദാസൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പല നിലകളിൽ ബാത്റൂം കഴുകുന്നതുൾപ്പെടെ, അതിന്റെ പായിടുന്നതുൾപ്പെടെ, എനിക്കറിയത്തില്ല എങ്ങനെയാണ്, ഞാൻ എൻ്റെ രീതി പറയുക. ആമേൻ. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഈ ആത്മീയ വർധനവ് എന്ന് പറയുന്ന ഒരു സൈഡിൽ കൃപാവരങ്ങളുടെ ജ്വലനവും മറു സൈഡിൽ ആത്മനിയോഗത്താലുള്ള ലീഡർഷിപ്പും മുന്നോട്ട് വന്നാലേ ദൈവസഭ ആത്മീകമായി വർധനവിലേക്ക് വരത്തുള്ളൂ. ആത്മാക്കൾ കടന്നു വരട്ടെ, പക്ഷെ ഇവരെ എങ്ങനെ നമ്മൾ നയിക്കും, ഇവരെ എങ്ങനെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകും, ഇവരെ എങ്ങനെ നമ്മൾ ശക്തരാക്കും? ആമേൻ. ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, ഇതിനകത്ത് യൂത്ത് ഉണ്ട്, ഇതിനകത്ത് പല പ്രായമുള്ളവരുണ്ട്. ഇനി അത് മാത്രമല്ല, ഹല്ലേലൂയ, പല സ്ഥലങ്ങളിൽ പല കൾച്ചറിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, പല സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാർ കാണും. ആമേൻ. പല ആൾക്കാരാണ്. ആമേൻ. ആത്മീകമായി പല നിലകളിൽ ആമേൻ ഉയർച്ച താഴ്ചയുള്ള ആൾക്കാരുണ്ട്. നല്ലവണ്ണം വചനം അറിയാമെന്ന ദൈവവചനം ശുശ്രൂഷിക്കാൻ കഴിയുന്നവർ കാണും, വചനത്തിന്റെ ആദിപാഠങ്ങൾ പഠിച്ചു വരുന്നവർ കാണും. അപ്പം പല നിലകളിലുള്ള ആൾക്കാര് ദൈവസഭയ്ക്കകത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ദൈവസഭ വളരെ സീരിയസ് ആയി ആ വിഷയത്തെ ഏറ്റെടുത്ത് ആമേൻ ഓരോരുത്തരെയും ബിൽഡ് ചെയ്ത് ഹല്ലേലൂയ, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച് ഹല്ലേലൂയ, ഇത് നമ്മളെ കൊണ്ട് കഴിയത്തില്ലല്ലോ, നമ്മളല്ലല്ലോ ചെയ്യുന്നത്, അതല്ലേ വേറെ വിഷയം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളാരും ഹല്ലേലൂയ ഇതെങ്ങനെ, അയ്യോ ഇങ്ങനൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണ്ട. ഞാൻ പറയുന്നത്, ഇന്ന് രാത്രി നമ്മളല്ല ചെയ്യുന്നത്, പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അതിനുവേണ്ടി ആമേൻ അത്ഭുതങ്ങളെ ചെയ്യും. അപ്പം ഇന്ന് രാത്രി ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രണ്ട് സൈഡുണ്ട് ഇതിന്. അതിപ്രധാനമായി ഞാൻ ചിന്തിക്കുകയാണ്. ആമേൻ. ഒന്ന്, ആമേൻ, കൃപാവരങ്ങളുടെ ജ്വലനങ്ങളും ആമേൻ കൃപാവരങ്ങൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരണം. രണ്ട്, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ലീഡർഷിപ്പ് ദൈവ നിയോഗത്താൽ ദൈവസഭയെ നയിക്കുമ്പോൾ, ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ ദൈവസഭയ്ക്കകത്ത് ഭയങ്കര ഉണർവ് നടക്കും. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ഞാൻ ആ ദൂത് പറഞ്ഞപ്പോൾ എൻ്റെ നാവിൽ വന്ന ഒരു വാക്കാണ്, ഒരു ഉണർവ് നടക്കും. കൃപാവരങ്ങളുടെ ജ്വലനവും, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ആത്മാവിൽ ദൂത് പറയുകയാണ്, കൃപാവരത്തിന്റെ ജ്വലനവും ആമേൻ ആമേൻ ഹല്ലേലൂയ നിയോഗത്താലുള്ള ഒരു ലീഡർഷിപ്പും കൂടെ ഒന്നിച്ച് ദൈവസഭയ്ക്ക് ശക്തമായിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു ഉണർവിനെ അയക്കും. ഈ ദിവസങ്ങളിൽ ദൈവസഭ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം 1 കോരിന്ത്യർ ആമേൻ 14-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യത്തിൽ ആദ്യം നമ്മൾ കേട്ടു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുമ്പോൾ. ആമേൻ. അടുത്തത് എന്താ നമ്മൾ വായിച്ചേ? പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. ആമേൻ. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. അതേ അധ്യായം 24-25 ഒന്ന് വായിക്കാമോ? എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ അവിശ്വാസിയോ ആത്മഭാരമില്ലാത്തവനോ വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. വായിച്ചോ, ധൈര്യമായിട്ട് വായിച്ചോ. ആ വാക്യം തന്നെ ഒന്നൂടെ ഒന്ന് വായിക്കൂ ആ വാക്യം. എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ അവിശ്വാസിയോ ആത്മീയവരമില്ലാത്തവൻ അകത്തു വന്നാൽ എല്ലാവരുടെയും വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും, അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവണ വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ആമേൻ. കണ്ടോ, കൃപാവരത്തിന്റെ ആമേൻ ദൈവസഭയ്ക്കകത്ത് കൃപാവരം വെളിപ്പെട്ടാൽ, ഒറ്റ കൃപാവരത്തിന്റെ കാര്യം പറഞ്ഞു, പ്രവചനം എന്ന് പറയുന്ന ഒരു കൃപാവരം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആത്മീക വരം ഇല്ലാത്തവൻ, ഹല്ലേലൂയ, ദൈവത്തെ അറിയാത്തവൻ, ഹല്ലേലൂയ, ആദ്യമായി ഒരാൾ സഭയ്ക്കകത്ത് വരികയാ, അവന് ദൈവത്തെ പറ്റി അറിയത്തില്ല, പക്ഷെ സകല ആൾക്കാരുമായിട്ട് വിവേചിക്കപ്പെടുമ്പോൾ അവൻ കമന്ന് അവിടെ വീഴും. ഇവിടെ ദൈവം ഉണ്ടെന്ന് പറയും. എത്ര പേർക്ക് മനസ്സിലായി?
ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, ആത്മീക വളർച്ച അല്ലെങ്കിൽ ദൈവസഭയുടെ ആത്മീക വളർച്ച സംഭവിക്കുന്ന ഒരു സൈഡ് എന്ന് പറയുന്നത് കൃപാവരത്തിന്റെ ജ്വലനമാണെന്ന് ഇന്ന് രാത്രി മറന്നുപോകല്ലേ. ഇവിടെ പൗലോസ് പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ, ആമേൻ പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധനവ് വരുത്തുന്നു. അപ്പം ആ ദൈവം കൊടുത്ത ഒരു ഗിഫ്റ്റ് ഒന്നിലധികം ആൾക്കാര് ഉപയോഗിക്കുമ്പോൾ ആമേൻ ഇവിടെ ദൈവം ഉണ്ടെന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ഹൃദയ രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാ. ദൈവമക്കളെ, ഇന്ന് രാത്രി ഈ വാസപ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചില കെട്ടുകൾ ഇന്ന് പൊട്ടും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്ക് ജോലി പ്രശ്നം കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് 1000 പ്രശ്നങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ കയ്യിൽ കാണാം, നിങ്ങളുടെ തന്നെ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്ന് രാത്രി പറയണം, കർത്താവേ, ഒരു വെളിപ്പാടിന്റെ മേഖല ദൈവസഭയ്ക്ക് വേണ്ടി എനിക്ക് സഫലനാകണം, ദൈവസഭയ്ക്ക് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. എന്റെ അകത്ത് ആമേൻ വെളിപ്പെട്ട് നിൽക്കുന്ന ഹല്ലേലൂയ കൃപാവരത്തിന്റെ ജ്വലനം അതെന്നിൽ തന്നെ അടഞ്ഞിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ നിയോഗങ്ങളും വെളിപ്പാടിന്റെ മേഖലകളും പ്രവചനങ്ങളും ദൂതുകളും ഈ ദിവസങ്ങളിൽ നമ്മളിൽ കൂടെ വെളിപ്പെട്ട് പുറത്തു വന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാവും കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഹല്ലേലൂയ, ഇവിടെ ഈ 14-ാം അധ്യായം തന്നെ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഒരു ഓർഡറിനെ പറ്റിയാണ് പൗലോസ് സംസാരിക്കുന്നത്. കാര്യം എല്ലാവരും കൂടെ കയറി പ്രവചിക്കുകയും എല്ലാവരും പാസ്റ്റർമാരാകുകയും എല്ലാവരും ദൂത് പറയുകയും ഒരു നിയന്ത്രണമില്ലാതെ ഒരു ഡിവൈൻ ഓർഡർ ഇല്ലാതെ ശുശ്രൂഷകൾ ചെയ്താൽ അത് സഭയ്ക്ക് ദോഷം ഉണ്ടാക്കുമെന്നും കൂടെ ഞാൻ മറു സൈഡിൽ പറയുകയാണ്. കൃപാവരത്തിന്റെ ജ്വലനങ്ങൾ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമുക്ക് ഒരു പാസ്റ്ററുണ്ട്, നമുക്ക് ലീഡേഴ്സ് ഉണ്ട്. ആ കൊടയുടെ കീഴിൽ, ആ അതോറിറ്റിയുടെ കീഴിൽ നിന്ന് വേണം നമ്മൾ മിനിസ്ട്രി ചെയ്യാൻ. മറന്നുപോകല്ലേ. ഞാൻ അതിന്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കൃപാവരത്തിന്റെ ജ്വലനങ്ങൾ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കൂ. എഫേസ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് വായിച്ചോ പ്ലീസ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. സിസ്റ്റർ ഒരു മിനിറ്റ് ഒന്ന് നിർത്തിയിട്ട് ബാക്കി നമുക്ക് വായിക്കാം. നമുക്കറിയാവുന്ന കാര്യം 5-fold മിനിസ്ട്രി, 5 തരത്തിലുള്ള മിനിസ്ട്രി. ചിലരെ പ്രവാചകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി, അല്ലെങ്കിൽ ടീച്ചേഴ്സായി, ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് 5 തരത്തിലുള്ള ശുശ്രൂഷ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടണം. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ 5 തരത്തിലുമുള്ള ഹല്ലേലൂയ ശുശ്രൂഷകൾ ബേഥേൽ ദൈവസഭയ്ക്ക് ആവശ്യമാണ്. ദൈവസഭയുടെ വളർച്ചയ്ക്ക് ഹല്ലേലൂയ ഈ 5 തലത്തിലുള്ള അപ്പോസ്തലൻ വേണം, വീര്യപ്രവൃത്തി വേണം, സൗഖ്യം വേണം, വിടുതൽ വേണം, പ്രവചനം വേണം, ദൂത് വേണം, മാനസാന്തരം. പ്രവചനത്തിനകത്തൂടെ മാനസാന്തരപ്പെടുന്ന ദൂതുകൾ നമുക്ക് ആവശ്യമാണ്. സുവിശേഷൻ വേണോ? പുറത്തുപോയി സുവിശേഷം പറയാൻ സുവിശേഷകൻ ആവശ്യമാണോ? ഹല്ലേലൂയ. സുവിശേഷകൻ നമുക്ക് വേണം. പ്രവാചകൻ വേണം. ഹല്ലേലൂയ. തെറ്റിപ്പോകാതിരിക്കാൻ ഉപദേഷ്ടാവ്, ടീച്ചർ നമുക്ക് ആവശ്യമാണ്. ദൈവവചനത്തെ അതിന്റെ രീതിയിൽ പഠിപ്പിക്കുവാൻ നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഇടയന്മാർ ആവശ്യമില്ലേ? ഇടയന്മാര് ആവശ്യമാണ്. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്, സമയമില്ലെങ്കിലും ഞാനത് പറയുകയാണ്. കാര്യം സുവിശേഷകനും പാസ്റ്ററും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് ഈ സ്റ്റോറിക്കകത്ത് മനസ്സിലാവും. സുവിശേഷകൻ ആരാ, പാസ്റ്റർ ആരാന്ന്. ഹല്ലേലൂയ. ഒരു പാസ്റ്ററും ഒരു സുവിശേഷകനും കൂടെ രാത്രിയിൽ ഒരു സഭയ്ക്കകത്ത് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങി രാവിലെ ആയപ്പോൾ പാസ്റ്റർ ഉണർന്നപ്പോൾ ഈ സുവിശേഷകനെ കാണാനില്ല. അപ്പം പാസ്റ്റർ ചിന്തിച്ചു, ഈ മനുഷ്യൻ രാവിലെ എവിടെ പോയി, ഒരു പിടിയുമില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഈ സുവിശേഷകൻ ദൂരത്ത് നിന്ന് പാസ്റ്ററേന്ന് വിളിച്ചുകൊണ്ട് വരിക.
അപ്പൊ പാസ്റ്ററേന്ന് വിളിച്ചോണ്ട് വരുമ്പോ പുള്ളി ജനലിന്റെ അകത്തൂടെ നോക്കിയപ്പോ അദ്ദേഹം ഓടി വരികയാണ്. അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു സിംഹമുണ്ട്. അപ്പം പാസ്റ്ററെ കതക് തുറന്നിട്ടോ എന്ന് പറഞ്ഞു. പാസ്റ്ററെ കതക് തുറന്നിട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അലച്ചോണ്ട് വരിക. അപ്പൊ പാസ്റ്റർ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കതക് തുറന്നിട്ടിട്ട് ഇങ്ങനെ മാറി നിന്നു. അപ്പൊ മാറി നിന്ന് കഴിഞ്ഞപ്പം ആലലിയ പാസ്റ്റർ ഓർത്തത് ഇപ്പൊ ഈ മനുഷ്യൻ ഇതിനകത്ത് കയറുകയും ഈ ഡോർ അടയ്ക്കുകയും ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പാസ്റ്റർ ഇരുന്നത്. അപ്പം പാസ്റ്റർ ഈ ഡോർ അങ്ങോട്ട് അടച്ചു. പെട്ടെന്ന് അടച്ചിട്ട് നോക്കിയപ്പം ആ സുവിശേഷകനല്ല സഭയ്ക്കകത്ത് കയറിയേക്കുന്നത്, സിംഹമാണ്. അപ്പം പുറത്ത് നിന്ന സുവിശേഷകൻ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഇതിനെ മെരുക്കിക്കോ, അടുത്തതിനെയും കൊണ്ട് ഞാൻ വന്നേക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ? സുവിശേഷകനും പാസ്റ്ററും. എനിക്ക് ഒരു ആത്മീക ശുശ്രൂഷ നടത്തുമ്പം ഇത്രയും ഒരു തമാശ പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ പാസ്റ്ററും സുവിശേഷകനും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. സിംഹത്തെ കുഞ്ഞാടാക്കുന്ന പരിപാടിയാണ് പാസ്റ്റർമാരുടെ. അപ്പം പറഞ്ഞു ഇതിനെ ശരിയാക്കിക്കോ, അടുത്തതിനെ കൊണ്ട് ഞാൻ വന്നേക്കാമെന്ന്. എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ശരിയായി വരുന്നതിന് മുമ്പ് അടുത്തതിനെ കൊണ്ട് സുവിശേഷകൻ സഭയ്ക്കകത്ത് വരും. അപ്പോൾ ഈ 5-fold മിനിസ്ട്രി അതിന്റെ രീതിയിൽ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ നമ്മൾ ഉദ്ദേശിച്ചതിന് അപ്പുറമായിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുന്നത്. അപ്പോൾ താഴോട്ടൊന്ന് വായിക്കാം മോളെ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യം തികഞ്ഞ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഇച്ചൂടെ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ ആദ്യത്തെ ഇപ്പോഴത്തെ ഈ 5-fold മിനിസ്ട്രിയെ പറ്റി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇനിയുള്ള ആ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടുന്ന ചില കാര്യങ്ങൾ അടുത്ത വാക്യത്തിനകത്തുണ്ട്. വായിച്ചോ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ മതി. ഇവിടെ നമ്മൾ വായിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, എഫെസ്യ ലേഖനം നമ്മൾ 4-ാം അധ്യായമാണല്ലോ വായിച്ചത്, 4:11 മുതൽ. അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനവിനുമാകുന്നു. മനസ്സിലായോ? ഈ ശുശ്രൂഷ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുമ്പോൾ എന്താണ് പ്രിയമുള്ളവരെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, ജനം ആത്മീകമായി വർധനവിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മള് ശിശുക്കളായിട്ട് ഇരിക്കാനല്ല, പിന്നെയോ എന്താണ്, ക്രിസ്തുവിന്റെ തലയോളം വളരണം. എല്ലാവിധ ശുശ്രൂഷകളും നമുക്ക് ആവശ്യമാണ്. നമുക്ക് പ്രവാചകൻ ആവശ്യമാണ്, നമുക്ക് അപ്പോസ്തലൻ ആവശ്യമാണ്. എല്ലാ മിനിസ്ട്രിയും ശുശ്രൂഷകളും ഒരു സഭയ്ക്ക് ആവശ്യമാണ്. ആ സഭയിൽ ആ ശുശ്രൂഷകൾ വെളിപ്പെടുമ്പോൾ ആ സഭ ശക്തമാകും. ഈ ദിവസങ്ങളിൽ ഞാൻ ബഥേലിലുള്ള പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾ ശക്തമായിട്ട് വിശ്വാസത്താൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, അപ്പോസ്തലന്മാർ എഴുന്നേൽക്കണം. ഞാൻ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ നോക്കി പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഇതിനകത്തുനിന്ന് അപ്പോസ്തലന്മാർ എഴുന്നേൽക്കണം. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ സാക്ഷി പറഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ പറയാറുണ്ട്, കർത്താവ് ഇതിനകത്തുനിന്ന് അപ്പോസ്തലന്മാർ എഴുന്നേൽക്കണം. കൈ ചൂണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് ഇതിനകത്ത് ഹല്ലേലൂയ ഇടയന്മാർ എഴുന്നേൽക്കണം, ഉപദേഷ്ടകന്മാർ എഴുന്നേൽക്കണം, സുവിശേഷകന്മാർ എഴുന്നേൽക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ
ചെറിയ കുഞ്ഞുങ്ങളായി കാണാതെ അവര് ദൈവത്തിന്റെ നിയോഗങ്ങളാണെന്നും നമുക്ക് ശേഷം ഈ ദൈവസഭയെ നയിക്കുവാൻ ദൈവമാക്കിയിരിക്കുന്ന തലമുറയാണെന്നുള്ള വലിയ ബോധ്യത്തോടെ ഈ കാലഘട്ടത്തിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മുടെ യുവതിയുവാക്കളെ ബിൽഡ് ചെയ്ത് ദൈവരാജ്യത്തിനു വേണ്ടി ശക്തന്മാരാക്കണം. നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കട്ടെ. അപ്പോസ്തലന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടക്കന്മാർ, സുവിശേഷകന്മാർ ദൈവസഭയ്ക്കകത്തുനിന്ന് എഴുന്നേൽക്കുവാൻ ഇടയാകട്ടെ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷകൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ തലയോളം നമുക്കൊക്കെ വളരാന്, വീണ്ടും സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക്, ആത്മീക വർധനവിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഒന്ന് കൃപാവരത്തിന്റെ ജ്വലനങ്ങൾ ഒരു സൈഡിൽ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടണം. കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ലിസ്റ്റ് ദൈവവചനത്തിനകത്തുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ നിങ്ങൾക്കറിയാം. പലവിധ കൃപാവരങ്ങൾ ഉണ്ട്. നിങ്ങൾ ആരും ഒരിക്കലും പറയരുത് എനിക്കൊരു വരവും ഇല്ലെന്ന്. ഞാൻ ഇന്ന് രാത്രി പറയുന്നു, മിനിമം ഒരു വരമേലും ഇല്ലാത്ത ഒരാളും ദൈവസഭയ്ക്കകത്തില്ല കേട്ടോ. നിങ്ങൾ ഒരിക്കലും പറയല്ലേ എൻ്റെ മേൽ ഒരു കൃപയും പകർന്നിട്ടില്ല. ഉണ്ട് സഹോദര, ഉണ്ട് സഹോദരി. സഹായിപ്പാനുള്ള കൃപയുണ്ട്, ആശ്വസിപ്പിക്കാനുള്ള കൃപയുണ്ട്, പ്രാർത്ഥിക്കാനുള്ള കൃപയുണ്ട്, കരുതാനുള്ള കൃപയുണ്ട്, ചേർത്ത് നിർത്താനുള്ള കൃപയുണ്ട്. അങ്ങനെ പല പല കൃപകളാ. കൃപാവരത്തിന്റെ വലിയ ഒരു ലിസ്റ്റ് എഫേസ്യ ലേഖനം, റോമാലേഖനം ഒക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം കൃപാവരം ദൈവസഭയുടെ ആത്മീക വർധനവിന്, ശുശ്രൂഷകൾ ദൈവസഭയുടെ ആത്മീക വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇനി ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ലീഡർഷിപ്പ് ദൈവഹിതപ്രകാരം ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അത് ദൈവസഭയ്ക്ക് വളരെ ആത്മീക വർധനവിന് കാരണമായി തീരും. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 1 Peter chapter 5 verse 1 to 4. നിങ്ങളുടെ മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. താട്ട് വായിച്ചോ സൗര. നിർബന്ധത്താലല്ല, ഒന്ന് നിർത്തിക്കൂ. നിർബന്ധത്താലല്ല. ബഥേൽ സഭ പാസ്റ്റർ ഷാജു പറഞ്ഞത് കൊണ്ടല്ല. ദൈവദാസന്മാര് പറയുന്നത് ദൈവ നിയോഗത്തിലാണ്. ഹല്ലേലൂയ. അപ്പം ദൈവ നിയോഗത്തിലാണ് സഹോദര. നിങ്ങൾക്കൊരു മിനിസ്ട്രി ഉണ്ട്, നിങ്ങൾ മുൻപോട്ട് വരണമെന്ന് പറയുന്നതിന്റെ റീസൺ എന്നാന്ന് ചോദിച്ചാൽ അതൊരു ദൈവ നിയോഗത്തില്, അതൊരു പ്രാർത്ഥിച്ചു മാത്രമേ ഒരു ദൈവദാസന് ചെയ്യാൻ പറ്റൂ. യേശു ഒരു രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയത്ത്. അപ്പൊ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഒക്കെയാണ് ദൈവസഭയുടെ ലീഡർഷിപ്പിലേക്ക് ഓരോരുത്തരെ ദൈവസഭ കൊണ്ടിരുന്നത്. വായിച്ചോ, നിങ്ങളുടെ വിചാരണയിലുള്ള വായിച്ചോ. ധർമ്മത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെ. ഞാന് ഒന്ന് നിന്നു പറഞ്ഞോട്ടെ, അവിടെ ഒന്ന് പറഞ്ഞോട്ടെ. ലീഡർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആ വാക്യങ്ങൾ ഇനി തുടർന്ന് പറയാമേ. ഒന്ന്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുക. നിങ്ങളുടെ വിചാരണ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, ദൈവസഭ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളെ എന്തേൽപ്പിച്ചോ അത് ചെയ്താൽ മതി. കൂടുതലും ചെയ്യരുത്, കുറവും ചെയ്യരുത്. നമ്മളൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സൺഡേ സ്കൂളാണ് ഏൽപ്പിക്കുന്നെങ്കിൽ നമ്മൾ സൺഡേ സ്കൂളും ചെയ്യും, യൂത്തും ചെയ്യും. വേണ്ടി വന്ന സഹോദരിമാരുടെ ഇടയിൽ കൂടെ നമ്മളൊരു ഗൈഡൻസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ഇനി ശക്തമാകണമെന്നൊക്കെ പറയും. വേണ്ട. ദൈവസഭ നിങ്ങളെ എന്തേൽപ്പിച്ചിരിക്കുന്നു അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ബ്യൂട്ടി. അതാണ് ആ ലീഡർഷിപ്പിന്റെ ഏറ്റവും മനോഹരത്വം എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല.
ഒരു ശുശ്രൂഷ ദൈവസഭ ഒരു ദൈവമക്കളെ ഏൽപ്പിക്കുമ്പോൾ അവർക്കൊരു ഉറപ്പ് വേണം, ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണെന്നുള്ളൊരു വലിയ ബോധ്യമുണ്ടായിരിക്കണം. അല്ലാതെ നാളെ പറയല്ലേ, അയ്യോ സഭ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്യാം. നോ, ഒരിക്കലും നമുക്ക് പറഞ്ഞുകൂടാ. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഭയങ്കര സമർപ്പണം വേണം. ഇത് തീക്കളിയാണ്. ഇത് ചെറിയ കാര്യമല്ല. ഇത് ഉയരത്തിലെ അപ്പന്റെ ജോലിയാണ്. ദൈവം ഇവിടെ നമ്മളെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയ കാര്യമല്ല. ദൈവം ഭയങ്കര ഉദ്ദേശത്തോടെയാണ് നമ്മളെ ഒക്കെ ഓരോ കാര്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിർബന്ധത്താലല്ല. ആമേൻ. ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായി ദുരാഗ്രഹത്തോടെ അല്ല. വേറെ ഒരു ചിന്തയോ വേറെ ഒരു വിചാരമോ അല്ല. ലീഡർഷിപ്പിന് ആവശ്യം കർത്താവിൻ്റെ വേലയെന്നുള്ള ഒരു കാര്യം അല്ലാതെ ഒരു സ്വാർത്ഥ മനോഭാവവും ദൈവമക്കളെ ഇതിനകത്ത് പാടില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ദൈവസഭ വളരുന്നു. ഹല്ലേലൂയ. സ്റ്റേജിൽ ഒന്ന് കയറി നിൽക്കുന്നത്, നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ, ഇങ്ങനെ ഫാസ്റ്റിംഗ് പ്രേയറിനെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലൊക്കെ എന്തിനു സംസാരിക്കും. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ, വളരെ സ്നേഹമുള്ള ദൈവദാസൻ എന്നുള്ള നിലയിൽ, നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള നിലയിൽ ഒരു വാക്ക് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് ദൈവ നിയോഗത്താൽ പറയുന്നതാണ്. ഇന്ന് രാത്രി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായി അവൻ നല്ല മനസാക്ഷിയോടെ കർത്താവിന്റെ വേല ചെയ്യണം. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഉന്മേഷത്തോടും കർത്തൃത്വം നടത്തുകയല്ല, ലീഡർഷിപ്പ്. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സെർവന്റുട്ടി ലീഡർഷിപ്പ്. ചെയ്യിപ്പിക്കുന്ന പരിപാടിയല്ല, ചെയ്യുന്ന പരിപാടിയാണ്. ലീഡറാണ് മുന്നൻ, അണികളെല്ലാം പുറകിൽ. നമ്മുടെ സെക്യുലർ ലീഡർഷിപ്പിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യത്തില്ല, ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ. പക്ഷേ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് അങ്ങനല്ല, ലീഡർ മുന്നേ വരണം. ഈ യേശുവിന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ആരാ വലുതാണെന്നുള്ളൊരു ചോദ്യം വന്നത് ഈ 3.5 വർഷത്തെ ശുശ്രൂഷ ഏതാണ്ട് തീരാറായപ്പോഴാണ് കേട്ടോ. ആദ്യമൊന്നും ആർക്കും ചോദ്യം വന്നില്ല. ആമേൻ. ഞാൻ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ ഒന്ന് പച്ച പിടിച്ച് ഗുരുവിനൊരു പേരൊക്കെ ആയി, സംഗതി 4 പേര് അറിയാൻ തുടങ്ങി, കൂട്ടത്തിൽ നടക്കുന്ന ഒരു അഭിമാനമായി, ഒരു ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷമായപ്പോഴാണ് ഇവർക്കൊരു ചിന്ത വന്നത്, നമ്മുടെ കൂട്ടത്തിൽ വലിയവൻ ആരാന്ന് ചോദിച്ച് ഭയങ്കര പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് ആമേൻ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, ഒരാളെ ഇടത്തും വേറെ ഒരാളെ വലത്തും ഇരുത്തണമെന്ന്. അപ്പൊ കർത്താവിന് കാര്യം മനസ്സിലായി. ആരാ വലിയവനെന്ന് ചോദിച്ചപ്പം കർത്താവ് മിണ്ടിയില്ല. ആമേൻ. പത്രോസ് ആണ് താൻ കഴിഞ്ഞാലാണെന്ന് കർത്താവിനറിയാം. പക്ഷെ കർത്താവ് എന്ത് ചെയ്തെന്നറിയാവോ? തോർത്തുടുത്ത് കാല് കഴുകാൻ തയ്യാറായി. യഹൂദ കൾച്ചർ പഠിക്കണം പ്രിയമുള്ളവരെ. ഒരു ദാസൻ ചെയ്യേണ്ട ജോലി, വീട്ടിലെ കൂലിക്കാരൻ ചെയ്യേണ്ട ജോലിയാണ് ആമേൻ യേശു കർത്താവ് ചെയ്യാൻ തയ്യാറായത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓർക്കണം, ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സെർവന്റുട്ടി ലീഡർഷിപ്പാണ്. ലീഡർ മുന്നിറങ്ങണം. എല്ലാം സെറ്റാക്കിക്കോ, ഞാൻ 8 മണിക്ക് സ്റ്റേജേ കാണും, അതല്ല. 7:30 വന്ന് സ്റ്റേജ് ശരിയാക്കി, മൈക്ക് ശരിയാക്കി, മൈക്ക് ഓക്കെ ആക്കി വെച്ച് ഹല്ലേലൂയ നിന്ന് പാടുന്നതാണ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ്. പിന്നെ സമയമില്ല, സാഹചര്യമില്ല, സഹോദര ഞാൻ ഇച്ചിരി ലേറ്റ് ആവും, ഞാൻ ആ സമയത്തെ വരത്തുള്ളൂ എന്നും അല്ലല്ലോ. വല്ലപ്പോഴും നമുക്കൊക്കെ ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ ലീഡറായി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു മനോഭാവം വരരുത്. ലീഡർ എന്നുള്ളൊരു വേട് പോലും വേണമെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൽ ഇല്ലെന്ന് പറയുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. ശുശ്രൂഷകരാണ് നമ്മൾ, മറ്റുള്ളവർക്ക് ദാസന്മാരാണ്. കർത്താവിന്റെ ദാസൻ എന്നല്ല പറയുന്നത്. ദാസൻ എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റി അല്ല. ദാസൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ദൈവം വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായിട്ടിരിക്കാനാണ് ആമേൻ ആമേൻ ദൈവസഭ പറയുന്നത്. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാവുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന് പറഞ്ഞു.
പാസ്റ്റർമാർക്കെല്ലാം തലയിൽ വാടാത്ത കിരീടം ഉണ്ട് കേട്ടോ. അതൊരു സ്പെഷ്യൽ മിനിസ്ട്രിയാണ്. കാര്യം ഈ 5-fold മിനിസ്ട്രിയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ശുശ്രൂഷ ഏതാന്ന് ചോദിച്ചാൽ അതൊരു ഇടയ ശുശ്രൂഷയാണ്. അത് നിങ്ങൾ ഒരു ഇടയനാകുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ആ ശുശ്രൂഷ, ഇടയ ശുശ്രൂഷ ചെയ്യുന്ന പല സഹോദരങ്ങൾ, ദൈവദാസന്മാർ ഇതിനകത്തുണ്ട്. അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരുടെ ആ ശുശ്രൂഷക്കകത്തൂടെ കടന്നു പോകുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന വേദനകൾ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 8 വാക്യം ഒന്ന് വായിക്കൂ. അത് നിങ്ങളൊന്ന് വായിക്കൂ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം അല്ലല്ല സഹോദര, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 28-29. ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 28 and 29. അത് തന്നെയാ പാസ്റ്ററെ വായിച്ചത്. അയ്യോ, ഒന്നുകൂടെ വായിച്ച വാക്യം. നിങ്ങളെ തന്നെ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. ആമേൻ. സോറി കേട്ടോ, ഇത് പൗലോസിന്റെ വാക്കാണ്. മുമ്പേ പത്രോസിന്റെ വാക്കാണ് നമ്മൾ കേട്ടത്. ഇവിടെ പൗലോസ് പറയാണ്. ഒന്നോട് വായിക്കൂ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. ആമേൻ. ദൈവം നമ്മളെ വലിയൊരു ഉത്തരവാദിത്ത ശുശ്രൂഷകന്മാർ ഓർക്കണം കേട്ടോ. ഒരു പ്രിവിലേജ് മാത്രമല്ല, അതിനകത്ത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ റെസ്പോൺസിബിലിറ്റിയാണ് ആമേൻ നമ്മളെ ചിലപ്പോൾ പ്രിവിലേജിലേക്ക് ആക്കുന്നത്. മറന്നു പോകല്. ആമേൻ. നമുക്ക് ഭയങ്കര ഒരു ആമേൻ ദൈവം ഒരു വലിയ ഉത്തരവാദിത്തം ചെയ്തിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ച സഭ, എന്നെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടം, ഹല്ലേലൂയ, അവരെ സംരക്ഷിക്കുക, ആത്മാവിൽ സംരക്ഷിക്കുക എന്നുള്ളത് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ആമേൻ ഉത്തരവാദിത്വമാണ്. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കൂ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. ആമേൻ. ഇവിടെ പറയുകയാണ്, പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. എഫെസോസിലുള്ള ദൈവസഭയോട് താൻ അവസാനമായി സംസാരിക്കുകയാണ്. ആമേൻ. അവിടെയുള്ള ലീഡർഷിപ്പിനോട് പറയുകയാണ്, ആമേൻ, ആടുകളെ ആദരിക്കാത്ത ആമേൻ കൊടിയ ചെന്നായ്ക്കൾ നാളെ വരാൻ സാധ്യതയുണ്ട്. കാര്യം അവിടെ പറയുന്ന ഈ കൊടിയ ചെന്നായ്ക്കൾ താഴോട്ട് വായിക്കുമ്പോൾ ദുരുപദേശമാണ്. എഫെസോസിലെ പാസ്റ്റർ പിന്നീട് തീമോഥെയോസ് ആകുന്നുണ്ട്. അത് മാത്രമല്ല ആമേൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ എഫെസോസിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി ആമേൻ ദൂതുകൾ എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ പൗലോസ് പറയുകയാണ്, ആമേൻ നിങ്ങൾ ആമേൻ ഇടയന്മാർ എന്ത് ചെയ്യണം? ആടുകളെ സംരക്ഷിച്ചു കൊള്ളണം. നിങ്ങളുടെ മേൽ ഒരു ആത്മീക അധികാരമുണ്ട്. ആമേൻ. കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ഹല്ലേലൂയ ആമേൻ ആദരിക്കാത്ത ഹല്ലേലൂയ ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ഇറങ്ങിയിട്ട് ഹല്ലേലൂയ ഈ ആടിനെതിരെ പോരാടും. അപ്പം നിങ്ങൾ ഓർക്കുക, ഇവിടെ പറയുന്നത് ദുരുപദേശത്തെ പറ്റിയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസഭ ഏറ്റവും ശ്രദ്ധിക്കേണ്ടിയ, ലീഡർഷിപ്പ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയ ഒരു ഏരിയ ആണ് ദുരുപദേശത്തിന്റെ മേഖല. നമ്മുടെ സഭയ്ക്കകത്തേക്ക് അത് കേറാതെ വണ്ണം ആമേൻ ഹല്ലേലൂയ ലീഡർഷിപ്പ് ദൈവമാക്കിയ ആമേൻ ദൈവിക അധികാരം നൽകിയാക്കിയ ദൈവസഭയെ സംരക്ഷിച്ച് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ലീഡർഷിപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ രണ്ട് കാര്യം ഒരുപോലെ നിൽക്കണമെന്ന് ഇന്ന് രാത്രി ഞാൻ സഭയോട് ആത്മാവിൽ പ്രബോധിപ്പിക്കുക. ഒന്ന്, കൃപാവരത്തിന്റെ ജ്വലനങ്ങൾ ഒരു സൈഡിൽ വെളിപ്പെടണം, മറു സൈഡിൽ ആമേൻ ദൈവം ഏൽപ്പിച്ച ആമേൻ ആത്മീക ശുശ്രൂഷകർ ഹല്ലേലൂയ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പാടിൽ ഹല്ലേലൂയ താഴ്മയോടെ വിനയത്തോടെ ഹല്ലേലൂയ ശുശ്രൂഷ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഹല്ലേലൂയ കാര്യം ഉത്തരവാദിത്തം ചെയ്യുമ്പോൾ ദൈവസഭയുടെ മേൽ ആമേൻ വലിയ അനുഗ്രഹങ്ങൾ, കൃപാവരത്തിന്റെ ജ്വലനങ്ങൾ ഉണ്ടാകും.
ഇനി എൻ്റെ മുൻപിൽ 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റിനുള്ളിൽ മൂന്നാമത്തെ കാര്യം അതിനെക്കാട്ടിലും അതിപ്രധാനമാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഒരു കാര്യം, ബഥേൽ സഭ നിലനിൽക്കണം. ബഥേൽ സഭ സകലത്തെയും ജയിക്കണം. ദുഷ്ടൻ എന്തെല്ലാം പോരാട്ടം കൊണ്ടുവന്നാലും, ലീഡർഷിപ്പിന് നേരെ കൊണ്ടുവന്നാലും, ദൈവസഭയ്ക്ക് നേരെ കൊണ്ടുവന്നാലും, വ്യക്തിപരമായ ജീവിതത്തിനകത്തൂടെ കൊണ്ടുവന്നാലും അതിനെയൊക്കെ ജയിക്കുവാനുള്ള ഒരാത്മീക കപ്പാസിറ്റി, ഒരാത്മീയ ദൈവശക്തി, വചനത്തിന്റെ ആഴം, വെളിപ്പാടുകൾ, ദൈവത്തിന്റെ കൃപകൾ, അർഹമാ അധര ദിഗൽക്ക രഗനഭിയാരവ അധരകരകമനവ ഉടിരി മനകശംധനാദിയാര. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയ്ക്കു നേരെ, ഉയർച്ചയ്ക്കു നേരെ, നന്മയ്ക്കു നേരെ, ശുശ്രൂഷകന്മാർക്കു നേരെ, അവരുടെ ആരോഗ്യത്തിനു നേരെ, അവരുടെ കുടുംബത്തിന് നേരെ വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ മേഖലകൾ സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ശാസിക്കുകയാണ്. രോഗികളാക്കുവാൻ നോക്കുന്ന മേഖലകൾ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സമാധാനം എടുത്തുകളയുവാൻ നോക്കും ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. കുടുംബങ്ങളുടെ ഉള്ളറയിൽ നിന്ന്, മുൻപിൽ നിൽക്കുന്നവരുടെ കുടുംബങ്ങളുടെ ഉള്ളിൽ നിന്ന് സമാധാനത്തെ എടുത്തുകളയുവാൻ നോക്കുന്ന, രോഗികളാക്കുവാൻ നോക്കുന്ന എല്ലാ തലമുറകളുടെ മേൽ വെല്ലുവിളിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളും അതിന്റെ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം തമ്മിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തമ്മിൽ ആത്മീക വർധനവ് വരുത്തണം. ആമേൻ. ഒന്നാമത്തെ കാര്യം പ്രബോധനമാണ് കേട്ടോ. പ്രബോധനം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ച് തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവീൻ. ആമേൻ. ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്. ആമേൻ. എന്താണ് ഇവിടെ പറയുന്നത്? ഹല്ലേലൂയ. തമ്മിൽ എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. ഹല്ലേലൂയ. തമ്മിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പ്രബോധിപ്പിക്കണം. ആമേൻ. 11-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധനവ് വരുത്തുകയും ചെയ്യുവീൻ. അപ്പോൾ തമ്മിൽ ആത്മീക വർധനവ് വരുത്തണമെങ്കിൽ ആമേൻ 2 പേര് കൂടുന്നിടത്ത് ചില ആത്മീക പ്രബോധനം ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. തമ്മിൽ ആത്മീക വർധനവ് വരുത്തണമെങ്കിൽ പ്രബോധനം ഉണ്ടാകണം. പ്രബോധനം എന്താണെന്ന് ഇതിന്റെ താഴെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവിടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇവിടെ പറയുകയാണ് തമ്മിൽ സമാധാനമായിരിപ്പീൻ. ശ്രദ്ധയോടെ കേൾക്കുക. ആമേൻ. എന്താണ് പ്രബോധനം? എന്താണ് തമ്മിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ. ആമേൻ. ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ധൈര്യപ്പെടുത്തുവീൻ. ബലഹീനരെ താങ്ങുവീൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. ഇത് നോർമലി നമ്മൾ വായിക്കാറുണ്ട്. സഭകളിലൊക്കെ കർത്താവിന്റെ മേശ കഴിഞ്ഞ് അവസാനം വായിക്കുന്ന ഒരു വാക്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം തമ്മിൽ ആത്മീക വർധനവ് വരുത്തണമെങ്കിൽ പ്രബോധനം. 2 സമാധാനം വേണം കേട്ടോ. ആമേൻ. റോമാലേഖനം ഹല്ലേലൂയ. ആമേൻ. 14-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ആമേൻ. റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യ ആത്മീയവർദ്ധനയ്ക്കും ഉള്ളതിനെ ശ്രമിച്ചു കൊള്ളുക. ആമേൻ. ഇവിടെ പറയുന്ന ഒരു കാര്യം, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. കാര്യം ഇവിടെ പൗലോസ് ഒരു പ്രത്യേകമായ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. സമയം ഇല്ല. റോമാലേഖനം 14-ാം അധ്യായം നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. അവരുടെ ഇടയില് പല കാര്യമുണ്ട്. ഭക്ഷണത്തെ പറ്റിയുള്ള കാര്യം, പ്രത്യേക ദിനത്തെ പറ്റിയുള്ള കാര്യം, വ്യക്തിപരമായ ചില ബോധ്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു. ചിലർക്ക് ചില ഭക്ഷണത്തിനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായി. പ്രത്യേക ദിവസം, പിന്നെ വ്യക്തിപരമായ ചില ബോധ്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം വന്നപ്പം അവരുടെ ഇടയിൽ ഒരു സമാധാനം പോകുന്നത് പോലെ തോന്നി. അപ്പം പൗലോസിന് പറയാനുള്ളത് അവരോട് ഈ 19-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക
എനിക്കുമുള്ളത് ശ്രമിച്ചുകൊള്ളുവീൻ. അപ്പം ഈ സമാധാനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ആത്മീക വർധനവിന് കാരണമായി തീരും. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, പരസ്പരം ആമേൻ സമാധാനവും ആത്മീയ വർധനവും ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ പരസ്പരം അംഗീകരിക്കണം. നമ്മൾ വിധിക്കരുത്. കർത്താവിന് വേണ്ടി ആമേൻ ജീവിക്കണം. 3, മറ്റുള്ളവർക്ക് ഇടർച്ചയാകരുത്. കാര്യം അല്ലെങ്കിൽ ദൈവസഭയുടെ ആത്മീക വർധനവിന് അല്ലെങ്കിൽ വ്യക്തിപരമായി തമ്മിലുള്ള ആത്മീക വർധനവിന് വളരെ പ്രാധാന്യമാണ്. അടുത്തത് നമ്മൾ കാണുന്നത് റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ ആമേൻ 1-2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ആമേൻ. റോമാലേഖനം വായിച്ചോ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ സാധിക്കാതിരിക്കുകയും വേണം. നമ്മൾ ഓരോരുത്തരും കൂട്ടുകാരന്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. ആമേൻ. കൂട്ടുകാരൻ ഉദ്ദേശിക്കുന്നത് കൂട്ടു സഹോദരനാ കേട്ടോ. കൂട്ടു സഹോദരനെ ആത്മീക വർധനവിനായി പ്രസാദിപ്പിക്കണമെന്ന്. കാര്യം എനിക്ക് എൻ്റെ കാര്യം, നിനക്ക് നിന്റെ കാര്യം, അങ്ങനൊന്നും അല്ല പ്രിയമുള്ളവരെ. ബേഥേൽ സഭയെ പറ്റി ദൈവത്തിന് ഭയങ്കര ഉദ്ദേശമുണ്ട്, മറന്നു പോകരുത്. അല്ലെങ്കിൽ ആത്മീക വർധനവിലേക്ക് നമുക്ക് വരണം. ആമേൻ. അടുത്തത് ഞാൻ ഇനി വായിക്കുന്നില്ല, വാക്കുകൾ അല്ലെങ്കിൽ റെഫറൻസ് പറഞ്ഞങ്ങ് പോവാം. അടുത്തത് വാക്കാണ്. നമ്മുടെ വാക്ക് ആത്മീക വർധനവിനായി തീരണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, സംസാരം, തമ്മിൽ ഉള്ള സംസാരം ആത്മീക വർധനവിന് കാരണമാക്കി തീർക്കണം. 2 കൊരിന്തി 12-ാം അധ്യായം അതിന്റെ 19 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് 1 കൊരിന്തി 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്നേഹം അറിവോ ആമേൻ അത് ചീർപ്പിക്കുന്നതാണ്, സ്നേഹമോ ആത്മീക വർധനവും വരുത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഒത്തിരി വാക്യങ്ങളൊക്കെ വായിച്ചു. പക്ഷെ ഇന്ന് രാത്രി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ചുരുക്കിയ സമയം കൊണ്ട് 3 തലത്തിൽ ആമേൻ, നിങ്ങൾ വചനം അറിയാവുന്ന ആൾക്കാരാണ്. ഞാൻ ഇന്ന് രാത്രി സംസാരിച്ച വചനത്തെ പറ്റി നിങ്ങൾക്കൊരു ബോധ്യം ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1, നമുക്ക് തന്നെ. 2, സഭയ്ക്ക് നമ്മൾ ആത്മീക വർധനവിലേക്ക് വരണം. 3-ാമത് തമ്മിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹവും സമാധാനവും മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് സ്നേഹത്തോടെ കരുതിയും ദൈവസഭ ഒന്നിച്ചു പോകുമ്പോൾ അത് ആത്മീകമായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണമായി തീരും. ആമേൻ. എൻ്റെ കൺക്ലൂഷൻ ഒരു വാക്യമുണ്ട്. 1 കൊരിന്തി 10-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. അതുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആമേൻ. 1 കൊരിന്തി വായിച്ചു. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. ആമേൻ. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും സകലതും പ്രയോജനമുള്ളതല്ല. ആമേൻ. അടുത്തത് നമ്മൾ കാണുന്നു, സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും സകലതും എന്ത് ചെയ്യുന്നില്ല, ആത്മീക വർധനവ് വരുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ ദൈവസഭയോട്, പ്രിയപ്പെട്ടവരോട്, കുടുംബങ്ങളോട് ഒരു എളിയ സുവിശേഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യം, ആത്മീക വർധനവ് വരുത്താത്ത സകലവിധ കാര്യത്തിനകത്തുനിന്നും ദൈവസഭയും ദൈവമക്കളും ഒഴിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് ഒഴിഞ്ഞിരിക്കണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തിന്റെ ഉദ്ദേശത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി തീരണം. അതിന്റെ 31-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം. 1 കൊരിന്തി 10-ാം അധ്യായം 31-ാമത്തെ വാക്യം. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവീൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തോടെ ഈ രാത്രി ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ സഭയ്ക്ക് സഫലനാകണം. എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായി തീരണം.
വ്യക്തിപരമായി ഞാൻ ശക്തനായി തീരണം. ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നു? ഒരു നിമിഷം, ഒരു 2-3 നിമിഷം ഞാൻ എടുത്തോട്ടെ, ചേർന്നൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ. ഇതൊരു വചന ശുശ്രൂഷയുടെ ആഴമായിരുന്നു. ഇത് ദൈവസഭയോട് എനിക്ക് പറയാൻ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ഒരു വചനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് മൊത്തം ദൈവസഭയ്ക്ക് വേണ്ടി ഉള്ളതായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ദൈവം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഒരു നിമിഷം, ഒരു 2-3 നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടത്ത് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്താട്ട്, കർത്താവേ റീഖബ ഹദര ദിഗൽഖാര അദരഗരഗമനബൗഡ, ഇന്ന് രാത്രി കർത്താവേ ഈ സഭയെ ഏൽപ്പിക്കുകയാണ്. റിഗബന ഷനഗസി ആലബൗഡ അപ്പന ദിഗൽഖാര ഗനദിയാര ഗലഗസി റഗനദിയാര ഗലഗസിയാല ബൗഡരാ ദിഗൽഖാര ഗനെ അദരാ ദിഗൽഖൗഡിരി മനഗഷം ധനാദിയാര ഗലഗസി. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഹല്ലേലൂയ ബേഥേൽ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവദാസന് വേണ്ടി, ദൈവദാസിക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ആമേൻ ദൈവദാസന്മാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ തലമുറകൾക്ക് വേണ്ടി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ബേഥേൽ ദൈവസഭകളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ചെയ്യുന്ന സകല കുടുംബങ്ങളെയും സകല വ്യക്തികളെയും ഇന്ന് രാത്രി ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. റിഖമ അധരാ ദിഗൽഖാ രഗനദിയാര ഗലഗസി അധരഗരഗമന ബൗഡ അപ്പനാ ദിഗൽഖാ രഗനദിയാര ഗലഗസി. ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആത്മീക വർധനവിലേക്ക് ആമേൻ കടന്നു വരുവാൻ ദൈവമേ ജനത്തെ ദൈവം സഹായിക്കണമേ. അന്തരാ ദിഗൽഖാ രഗനദിയാര ഗലഗസി റിഗമന ബൗഡ രഗനദിയാര ഗലഖാ രഗനദിയാര ഗലഗസി അപ്പനാ ദിഗൽഖാ രഗനേ രഗൽഖാ രഗന. കർത്താവേ, ദൈവസഭയ്ക്കകത്തെ ലീഡർഷിപ്പ്, കൃപാവരത്തിന്റെ ജ്വലനങ്ങൾ ഈ ദിവസങ്ങൾ അസാധാരണമായ നിലകളിൽ കൃപാവരത്തിന്റെ ജ്വലനങ്ങൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. പ്രവചനങ്ങൾ വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ, വീര്യപ്രവർത്തികൾ വെളിപ്പെടട്ടെ, സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ, മാനസാന്തരങ്ങൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവിക ജ്ഞാനമുള്ള ബർന്നബാസിനെ പോലെയുള്ള ഹല്ലേലൂയ ശുശ്രൂഷകന്മാർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ആമേൻ. അപ്പോസ്തലന്മാരെ പോലെയുള്ള, ആമേൻ പൗലോസിനെ പോലെയുള്ള ചിലതിനെ ഈ ദിവസങ്ങൾ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, ആരാലും മാനസാന്തരപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം അങ്ങനെ ജീവിത അനുഭവത്തിൽ നാട്ടിൽ നിന്ന് മാനസാന്തരമില്ലാതെ കടന്നു വരുന്ന ചിലതിന് മാനസാന്തരത്തിലേക്കും ദൈവകൃപയിലേക്കും ശുശ്രൂഷയിലേക്കും കൈപിടിച്ചുയർത്തുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ദൈവസഭയെ ശക്തിപ്പെടുത്തുകയാണ്. റഗനദിയ രഗൽക്കാര അടുത്ത ദൂത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ജർമ്മൻ ഭാഷകൾ സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനോടുള്ള ദൂതാണ്. ജർമ്മൻ ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഇടയിൽ ചില ചലനങ്ങൾ ഈ ദിവസങ്ങളിൽ ആമേൻ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ചില കുടുംബങ്ങളിൽ നീ ചെല്ലും, പരിശുദ്ധാത്മാവ് ചില കുടുംബത്തിൽ ആമേൻ കൊണ്ടുപോയി അവരോട് സുവിശേഷം ആമേൻ മണിക്കൂറുകൾ പറയത്തക്ക നിലയിൽ ദൈവവചനത്തിന്റെ സത്യങ്ങൾ അവർക്ക് ബോധ്യമാക്കത്തക്ക നിലയിൽ ജർമ്മൻ ഭാഷയിൽ അതെ ആ ലോക്കൽ ആൾക്കാരുടെ ഇടയിലേക്കുള്ള ഒരു ശുശ്രൂഷയുടെ വാതിൽ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുകയാ. അധരകരക മനവൗഷം ധനാദിയാര ഗലഗസി. കർത്താവെ, ഇന്ന് രാത്രി ആമേൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. അവരുടെ ആത്മീയോ ഭൗതികമായിട്ടുള്ള എല്ലാ വിഷയത്തിന്റെ മേലും ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ. രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ജോലിയുടെ മേലുള്ള പ്രതികൂലമായ അവസ്ഥകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. സാമ്പത്തിക വഴികൾ തുറക്കപ്പെടട്ടെ. ഈ ജനത്തെ ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിൽ ആമേൻ ഇങ്ങനെ വചനം സംസാരിക്കുവാൻ ദൈവം നൽകിയത് ഓർത്ത് ഇങ്ങനെ ഒരു അവസരം നൽകി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. കർത്താവ് ധാരാളം സഹായിക്കും.